നോക്കേണ്ടത്. പാവം അച്ഛനും ഇല്ല അമ്മയും ഇല്ല, മുത്തശ്ശിയും മരിച്ചുപോയി. ഞാൻ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അതിന്റെ വിദ്യാഭ്യാസം അതിന് എന്ത് ചെയ്യും? ഒരു പിടിയില്ല. ഈ അയൽവാസികൾക്കൊക്കെ തന്നെ സമാനമായ കാര്യം തന്നെയാണ് പറയുന്നത്. അവർക്കൊക്കെ ഒരു പേടിയുണ്ട് എന്നുള്ളതാണ് അയൽവാസികളായാലുണ്ട്. ചേച്ചി, ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എങ്ങനെയാണ് അറിയാം? അയാളൊരു എന്താ പറയാ സാറേ, ഒരു മനുഷ്യ മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അയാള്. ഇപ്പൊ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിന്റെ ഭാര്യ 5 വർഷം മുന്നേ കൊന്നിട്ട്, ഇതേപോലെ വെട്ടിക്കൊന്നിട്ട് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ച് വന്ന് 2 മാസമായിട്ടുള്ളൂ സാറേ. പിന്നെ ആ വന്ന ശേഷം പിന്നെ അയാളുടെ വീട്ടിലേക്ക് ആരും നോക്കാൻ പാടില്ല, അയാളെ കണ്ട് ചിരിക്കാൻ പാടില്ല, അയാളെ കണ്ട് വേറെ ഒന്നും അയാളുടെ ഫ്രണ്ടിൽ വെച്ച് ഫോൺ ചെയ്യാൻ പാടില്ല ആർക്കും. ഇതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാവരും അറിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതാ. അങ്ങനെ വധഭീഷണി ഉണ്ട്, എന്തെങ്കിലും വധഭീഷണി ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഇയാളെ ഇവിടെ നിന്ന് മാറ്റി തരണം എന്നിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാ. അപ്പൊ പോലീസുകാർ പറഞ്ഞു, അയാളെ നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചോ, ആ വധഭീഷണിയുടെ രൂപത്തിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംസാര രീതിയിൽ എന്തെങ്കിലും വധഭീഷണി ഉണ്ടായി ചോദിച്ചപ്പോ അങ്ങനെയല്ല, അയാളുടെ മൈൻഡ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ കുറ്റം ചെയ്തു, അതേമാതിരി ശിക്ഷ അനുഭവിച്ചു, അത് കഴിഞ്ഞു, അയാളുടെ വീട്ടിലേക്ക് വന്നു, ഞങ്ങൾക്ക് ഇനി പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ രാവിലെ എണിച്ചിട്ട് വടിവാള് കാണിച്ചതാ സാർ അയാള്. ആ സ്വന്തം അമ്മായിയുടെ അടുത്ത്, ഈ പ്രതിന്റെ അമ്മായിയുടെ അടുത്ത് ഇയാൾ രാവിലെ വടിവാള് കാണിച്ചത്. കണ്ടോ അമ്മ, ഇത് കണ്ടോ, ഇതാണ് എന്റെ സെറ്റപ്പ് പറഞ്ഞു. അപ്പൊ അമ്മായി പറഞ്ഞു, ഇതിനൊന്നും നിക്കല്ലേ, നീ ഒരിക്കലും ഇങ്ങനെ പെട്ടുപോയില്ല, ഇതൊന്നും നിക്കല്ലേ, നീ നിന്റെ കാര്യം നോക്കി വീട്ടിൽ മിണ്ടാതിരിക്കുക. പറഞ്ഞപ്പോ ഇത് കൊണ്ട് വെട്ടിയാൽ ബൈക്കിൽ പോണവരിനെയും വെട്ടാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ചെയ്യുമ്പോഴാണ്, അരമണിക്കൂർ കഴിഞ്ഞുള്ളൂ, അതിനുശേഷമാണ് ഇപ്പൊ ഈ ഇയാളിനെ ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര മണിക്കായിരുന്നു സംഭവം? ഇതിപ്പോ ഒരു 9:30 ഒരു 9:45 അത്ര ആയിട്ടുള്ളൂ സാറേ. നിങ്ങളൊരു പേടിയോടുകൂടിയാണ് നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞത്? അയാളോട് സംസാരിക്കാനല്ല, അയാൾ കണ്ടാൽ തന്നെ പേടിയാണ് സാറേ ഞങ്ങൾക്ക്. സത്യം, ഞങ്ങൾ ഒന്നും പോകാറില്ല, പക്ഷെ ഒരു അധികം സംസാരിക്കില്ല സാറേ. അങ്ങനെ മൈൻഡിൽ ആരോടും ഉണ്ടാകാത്ത തന്നെ മൈൻഡിൽ ഒറ്റയ്ക്ക് ഇരുന്ന്, അയാളുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അയാൾ താമസിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് അയാൾ വാതിലടച്ചിടും സാറേ. വാതിൽ തുറക്കില്ല. ആ ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെ പോകുന്നുണ്ട്, ആരൊക്കെ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരെല്ലാം എന്തെല്ലാം എന്റെ വീട്ടിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ മൊത്തം അയാൾ അറിഞ്ഞ് കരുതി കൂട്ടി ചെയ്യുന്ന കൊലപാതകമാണ് സാറേ ഇതിപ്പോ. ഈ താഴൻ മേഡം, ഈ പ്രതിയുടെ വീടും ഇപ്പൊ കൊലപാതകം ചെയ്ത അവിടെയൊക്കെ തൊട്ട വീടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ്. നാളെ മേലൊക്കെ ഞങ്ങൾക്ക് തന്നെയാണ് ഗതി. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇയാളെ പറ്റി ഒരു പരിഹാരം കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ബോഡി എടുക്കാൻ സമ്മതിക്കും. ഞങ്ങൾ സമരം ചെയ്ത് തന്നെ പറ്റൂ. കാരണം നാളെ മേലൊക്കെ ഞങ്ങളുടെ കുട്ടികളും മക്കളൊക്കെ ഇതിൽ ഓടി കളിക്കുന്നവരാണ്. ഇതുപോലെ അയാൾ ചിന്തിക്കില്ലല്ലോ. ഒരു വൈരാഗ്യമില്ല സാറേ, വഴക്കോ പ്രശ്നമോ ഒന്നും ഇല്ല. അവരിന്റെ വീട്ടിൽ പോകുമ്പൊന്നും ചെയ്യുന്നില്ലേ സാറേ? എല്ലാ സംരക്ഷണവും ചെയ്തു കൊടുക്കണില്ലേ? ചോറ് കൊടുക്കുന്നുണ്ട്, പാല് കൊണ്ട് കൊടുക്കുന്നുണ്ട്, രാത്രി 8 മണിക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. സപ്പോർട്ടാണ്. അവരിനെ ആദ്യം ചോദ്യം ചെയ്താൽ കറക്റ്റ് ആകും സാർ. സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഇത് ചെയ്യില്ല. ഇനി വരുന്നിട വെച്ച് കാണാൻ നീ ചെയ്താ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കേട്ടിനി ആദ്യം പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ചോദ്യം ചോദിക്കണം നാട്ടുകാരന്റെ മുന്നിൽ. അപ്പോഴേ ഇത് കറക്റ്റ് ആവുള്ളൂ സാറേ. അല്ലാതെ ശരിയായില്ല. മൊത്തം നശിപ്പിച്ചു. നശിക്കാനില്ല. ആ ഒരു കുട്ടി അനാഥയായി. ഇനി ആ കുട്ടിക്ക് ആരുമില്ല. ഞങ്ങളൊക്കെ നാട്ടുകാരൊക്കെ എത്ര തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇനി ആ കുട്ടിക്ക് ആരുണ്ട്? 2 പെൺകുട്ടികളാണ്, ഒരു കുട്ടിനെ കെട്ടിച്ചു കൊടുത്തു. ആ കുട്ടി അനാഥയാണ്. ആ കുട്ടി 2 മാസമായിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. അവന്റെ തറവാട്ട് വീട്ടിലേക്ക് അയാളെ പേടിച്ചിട്ട് വന്നിട്ടില്ല സാറേ.